അഡ്വക്കേറ്റ് വീണ എസ് നായർ, ഇപ്പോൾ ഒരു ഫാൻസ് കൾച്ചർ എന്ന രീതിയിലേക്ക് കുറച്ചു കാലമായി, ആദ്യം സൈബറിടത്തുള്ള ആക്രമണമായിരുന്നു, ഇപ്പോൾ നേരിട്ട് തെരുവിലിറങ്ങിയുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിന് വിപത്തായി ഈ ഫാൻസ് മാറുകയാണോ? ചില ക്രൈമുകൾക്ക് മറപിടിക്കാൻ ഫാൻസുകാരെ ഉപയോഗപ്പെടുത്തുകയാണോ? ഈ പറഞ്ഞ വിഷയങ്ങളിലടക്കം ഒരു PR വർക്ക് മണക്കുന്നുണ്ടോ? PR വർക്ക് നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ചർച്ചകള് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പം നമ്മൾ ഈ ചർച്ചയ്ക്കൊക്കെ അടിസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണല്ലോ. ഇപ്പൊ ബോബി ചെമ്മണ്ണൂറിന്റെ പേര് വെച്ചുകൊണ്ട് മൊത്തം ആണുങ്ങൾക്ക് എതിരായിട്ടാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് എന്ന് ആ രീതിയിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ആ തലത്തിലേക്ക് ഒരു മൂവ്മെന്റ് കൊണ്ടുവരാൻ എവിടുന്നൊക്കെയോ ഭയങ്കര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെല്ലുമ്പോ ഈ നാട്ടിലെ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ആണുങ്ങൾക്ക് എന്താണ് വനിതാ കമ്മീഷൻ പോലെ മെൻസ് കമ്മീഷൻ ഇല്ലല്ലോ പോയി പറയാനെന്നൊക്കെ. ഇപ്പം ആത്യന്തികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇന്ത്യയുടെ ഭരണഘടന പോലും SC, ST, വിമൻ, ചിൽഡ്രൻ, OBC ഈ 5 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ കൊടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? അവർക്ക് കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പ്രൊവിഷൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസ് എന്ന് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മള് ഇവിടെ നേരത്തെ ആരും സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തത് 64 പേർ ചേർന്നൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത, അത്ലറ്റിനെ റേപ്പ് ചെയ്ത കഥയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസവും 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ഒരു വാർത്ത പുറത്തു വന്നു. അപ്പോ ഇതുപോലെ ഈ മൊത്തം ആണുങ്ങൾക്ക് എതിരായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ സംസാരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നു. ഈ ഫാൻസ് അസോസിയേഷന്റെ മറവിൽ ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ വലിയ രീതിയിൽ എന്താണ് ഒരു ഒരു റിഫ്റ്റ് ഉണ്ടാക്കാൻ, അതായത് നമ്മൾ വിമൻസ് റൈറ്റ്സിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരെ അവരെ ആന്റി മെൻ എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാൻ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് വെറും ഫാൻസ് അസോസിയേഷൻ അല്ല, ഗുണ്ടകളായിട്ട് പരിണമിക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ മാനസികാവസ്ഥയുള്ള ഹൈക്കോടതി പോലും പ്രഥമ ദൃഷ്ട്യാ ഇത് ശരിയല്ല, പബ്ലിക്കായി സംസാരിക്കാമെന്നോ ഒക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കേസിലാണ് ഇങ്ങനെ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ സ്വീകരിക്കാനും സ്വീകരണം നടത്താനും സമയപരിമിതി ഉള്ളത്